ഹായ് മക്കളെ, ഒരുപാട് മക്കൾക്ക് കീം എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഡൗട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറച്ച് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വന്നൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കീം എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ്സ് റിലീസായിട്ടുണ്ട്. അതായത് ജനുവരി 31 തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. വിത്ത് ഫീ നിങ്ങൾക്ക് ജനുവരി 31 വൈകിട്ട് 5 മണി വരെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഫെബ്രുവരി 7 തീയതി വരെയാണ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഉള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ പലരും ചെയ്തിട്ടുണ്ടാകും, ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരത് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഞാനൊരു നീറ്റ് ആസ്പിറൻ്റ് ആണ്, ഞാൻ കീം എഴുതേണ്ട ആവശ്യമുണ്ടോയെന്ന്. കുറേ കുട്ടികൾ, എസ്പെഷ്യലി ഇപ്പോൾ ക്ലാസ് 12ൽ പഠിക്കുന്നവർ, നമ്മുടെ സൂപ്പർ കിങ്സിലെ കുട്ടികളും അതേപോലെ ക്ലാസ് 12ൽ പഠിക്കുന്നവർ, ഫസ്റ്റ് ടൈം ഇത് എഴുതാൻ പോകുന്നവരൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ആണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ, അതായത് MBBS ആൻഡ് അതർ അലൈഡ് കോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ അഗ്രികൾച്ചർ, ഈ കോഴ്സസ് ഒക്കെ വരും, അതിലാണ് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കീം എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. കീം എക്സാം എഴുതേണ്ട, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സമയത്ത് കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ നീറ്റ് എക്സാമിൻ്റെ സ്കോറാണ്. അപ്പം നിങ്ങൾ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് നോക്കുന്നവർ എഴുതേണ്ടത് നീറ്റ് എക്സാം ആണ്. പക്ഷേ കീം എക്സാമിന് നിർബന്ധമായും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, ഫീസ് അടയ്ക്കണം, ആൻഡ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ എന്നോട് ഒരു സ്റ്റുഡൻറ്റ് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കീം ത്രൂ, ഇപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയാണ്, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ആ കുട്ടി മെഡിക്കലാണ് നോക്കുന്നത്. അപ്പം വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്, യെസ്. കാരണം മെഡിക്കലാണ് നോക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കീമിന് ഈ വർഷം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിലും, നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ അഡ്മിഷൻസ് ഇൻ കേരള, നിർബന്ധമായിട്ടും നിങ്ങൾ കീം എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. എക്സാം എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഴുതേണ്ടത് നീറ്റ് എക്സാമാണ്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സ് റിക്വയർഡും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ കീം ചാനലിൽ ഉണ്ട്, അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ആലോചിച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങളുടെ സമയം കളയരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ XPL 2.0 ബാച്ച് ലോഞ്ച് ആവുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ബാച്ച് ജോയിൻ ചെയ്യുക. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഫൈനൽ ലാപ്പ് ഓഫ് റിവിഷനിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് നീറ്റ് 2026 ക്ലിയർ ചെയ്യാം. ഗുഡ് ലക്ക്.